അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, നോമ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? വീട് വൃത്തിയാക്കൽ, പഴയ പാത്രങ്ങൾ മാറ്റി പുതിയവ വാങ്ങൽ, പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കൽ, ഇവയൊക്കെയാണ് മിക്കവാറും നോമ്പിൻ്റെ മുന്നൊരുക്കങ്ങളായി നമ്മൾ ചെയ്യാറുള്ളത്. ഇതൊന്നും വേണ്ട എന്നല്ല, എന്നാലും ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സ് ക്ലീൻ ചെയ്യുക എന്നതാണ്. അതായത് പിണങ്ങി നിൽക്കുന്ന ബന്ധുക്കളോ അയൽക്കാരോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോടുള്ള പിണക്കങ്ങൾ മാറ്റുക. എല്ലാ ബന്ധുവീടുകളിലും ഒന്ന് സന്ദർശിച്ച് കുടുംബം പുലർത്തുക. ഈ കാര്യം പണ്ടൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. കുടുംബം പുലർത്താൻ വേണ്ടി അധിക ആൾക്കാരും പണ്ടൊക്കെ നോമ്പിൻ്റെ മുമ്പായി കുടുംബ വീടുകളിൽ സന്ദർശനം നടത്താറുണ്ട്. എന്നാൽ ഇന്നാർക്കും ഇതിനൊന്നും നേരമില്ല. പിന്നെ നാം ചെയ്യേണ്ടത് ഖുർആനും സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലി നോമ്പിനെ വരവേൽക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. ദുശ്ചിന്തകൾ പാടെ ഒഴിവാക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം അവരിലെ നന്മകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക. കൂടുതൽ സമയം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. നിസ്കാരം ഗള ആവാതെ സൂക്ഷിക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ ശീലിക്കുക. സകാത്തുകളും സ്വതക്കയും അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി വിശുദ്ധ റമളാനെ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. എല്ലാവരും എന്നെയും കുടുംബത്തെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്താൻ മറക്കരുതേ. നമുക്കെല്ലാവർക്കും മുഴുവൻ നോമ്പും നിസ്കാരവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിറവേറ്റാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.